മണക്കുന്നു. ഹായ്, എന്റെ പേര് ഡോറ. ഇപ്പൊ നീന്തുന്ന പോലെ ഞാൻ അഭിനയിച്ചതാ. പക്ഷെ സത്യത്തിൽ എനിക്ക് നീന്താനും അറിയാം. ഞാൻ കടലിലേക്ക് പോയി കടലിൽ നീന്താൻ പോവാ. ഏയ്, ആരാ എന്റെ തലയിൽ വന്ന് കേറിയത്? എന്റെ തലമുടി ആകെ പിരിഞ്ഞു പോവും. അങ്ങനെ ചെയ്യരുത്. വേണ്ട, എനിക്ക് ഇക്കിളിയാവുന്നുണ്ട്. ബുജി, ഡോറ. ഏയ് ബുജി, നീ എന്റെ കൂടെ കടപ്പുറത്തേക്ക് വന്ന് കടലിൽ നീന്തുവോ? ഓ ഓ തീർച്ചയായും തീർച്ചയായും. എനിക്ക് നീന്തുന്നത് എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് നന്നായിട്ട് നീന്താൻ അറിയില്ലല്ലോ. അതിനു വേണ്ടി ഞാൻ നിനക്കൊരു സ്പെഷ്യൽ സമ്മാനം തരാൻ പോകുന്നു. ബുജിക്ക് ഞാൻ ആ സമ്മാനം കൊടുക്കണമെങ്കിൽ ബാഗിന്റെ അകത്തുള്ള സമ്മാനം എടുക്കാൻ നിങ്ങളുടെ സഹായം എനിക്ക് ആവശ്യമാണ്. അതിന് നിങ്ങൾ എല്ലാവരും ബാഗ് എന്ന് പറയണം. ബാഗ് എന്ന് പറയൂ. കൊള്ളാം, നിങ്ങൾ കൃത്യമായിട്ട് കണ്ടുപിടിച്ചു. ബുദ്ധിശാലികളാണ്. മെല്ലെ സമ്മാനമേ നീ ബുജിയുടെ അടുത്ത് പറ്റോ? അല്ല, ഇത് എന്തൊന്നാ ഡോറ? നിക്ക്, ആദ്യം ഞാൻ വീർപ്പിച്ചു കാണിക്കാം. മെതിക്കുന്ന സാധനം. നിനക്കിത് ഇഷ്ടമായോ? എനിക്ക് മെതിക്കുന്ന സാധനം വളരെ ഇഷ്ടപ്പെട്ടു ഡോറ. ഇതിനെ കൊണ്ട് ഞാൻ സൂപ്പറായിട്ട് നീന്താൻ പോവാണ്. അയ്യോ, ബുജി, നമ്മൾ കടപ്പുറത്തേക്ക് പോകുന്നവരെ മിതുക്കുന്ന സാധനം എന്റെ ബാഗിൽ തന്നെ ഇരുന്നോട്ടെ. മെല്ലെ. രണ്ടുപേരും ഇപ്പൊ എങ്ങോട്ടാ പോകുന്നത്? കടപ്പുറത്തേക്ക് പോകുന്നു. അത് ശരി ഡോറ, നമ്മൾ ഏത് വഴി കൂടെ കടപ്പുറത്തിൽ പോകുന്നത്? നിക്ക് ബുജി, ഒന്ന് ആലോചിക്കട്ടെ. സാധാരണ നമുക്ക് വഴിയറിയാത്തപ്പോ നമ്മൾ ആരോടാ വഴി ചോദിക്കാറ്? മാപ്പിനെ വിളിക്കാം. മാപ്പിനെ വിളിച്ചാലേ വിചാരിച്ചത് സാധിക്കൂ. മാപ്പിനെ കൊണ്ട് മാത്രമേ കടപ്പുറത്തേക്കുള്ള വഴി പറയാൻ പറ്റൂ. അതിന് എനിക്ക് നിങ്ങളുടെ സഹായം ആവശ്യമാണ്. മാപ്പിനോട് ചോദിച്ച് കടപ്പുറത്തേക്കുള്ള വഴി എങ്ങനെയാണെന്ന് പറയാമോ? അതിനാദ്യം മാപ്പെന്ന് പറയണം. മാപ്പെന്ന് പറയൂ. നിങ്ങൾ ഒരു പ്രാവശ്യം കൂടി പറയണമെന്നാ തോന്നുന്നേ. വന്നു ഞാൻ. മണൽക്കുന്ന്, മരപ്പാലം, കടപ്പുറം. നമ്മൾ എങ്ങനെയാ കടപ്പുറത്തേക്ക് പോവാ? മണൽക്കുന്ന്, മരപ്പാലം, കടപ്പുറം. ആദ്യം മഞ്ഞൾ മണൽക്കുന്ന് വഴി കൂടി പോയി മരപ്പാലത്തിന്റെ മുകളിൽ നടന്ന് അവസാനം കടപ്പുറത്ത് എത്തണം. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും തോന്നുന്നു. നമ്മളിപ്പോ എല്ലാവരും മാപ്പ് പറഞ്ഞ് മഞ്ഞൾ മണൽക്കുന്നിലേക്ക് പോവാൻ പോകുന്നു. നിങ്ങൾ മഞ്ഞൾ മണൽക്കുന്ന് കാണുന്നുണ്ടോ? എവിടെയാണിത്? ആഹാ ഡോറ, എനിക്കത് നന്നായിട്ട് കാണുന്നുണ്ട്. അത് മണൽക്കുന്ന് ഡോറ. ആ ശബ്ദം നിങ്ങൾ കേട്ടോ? കുറുനറിയെ നിങ്ങൾ എല്ലാവരും സൂക്ഷിച്ചു വേണം ഇരിക്കാൻ. കുറുനറി നമ്മളുടെ അടുത്തുള്ള സാധനങ്ങളൊക്കെ മോഷ്ടിക്കാനായിരിക്കും വന്നത്. നിങ്ങൾ നരിയെ കണ്ടാൽ കുറുനരിയെന്ന് പറയണം. നിങ്ങൾ എന്താ പറഞ്ഞത്? കുറുനരിയെ കണ്ടെന്ന് പറഞ്ഞോ? എവിടെയത്? മരത്തിന്റെ പുറകിലോ? എനിക്കതിനെ കാണാൻ പറ്റുന്നില്ലല്ലോ. എവിടെയത്? ചെടിയുടെ പുറകിലോ? അതാ കുറുനരി അവിടെ പോകുന്നുണ്ട്. അയ്യോ, ആ കള്ളനരി നമ്മളുടെ ചങ്ങാതി ടിക്കോയുടെ ഐസ്ക്രീമിനെ നോക്ക്. അത് ടിക്കോന്റെ ഐസ്ക്രീമിനെ മോഷ്ടിക്കാൻ പോവാ. സൂക്ഷിക്കണോ ടിക്കോ? ബുജി, ടിക്കോക്ക് ഇംഗ്ലീഷ് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് നമ്മൾ അതിന്റെ അടുത്ത് കെയർഫുൾ എന്ന് പറയണം. നിങ്ങളും അതിന്റെ അടുത്ത് കെയർഫുൾ എന്ന് പറയൂ. ടിക്കോന്റെ ഐസ്ക്രീം മോഷ്ടിക്കാതിരിക്കാൻ നിങ്ങളുടെ സഹായം എനിക്ക് ആവശ്യമാണ്. നിങ്ങളും അതിന്റെ അടുത്ത് കെയർഫുൾ എന്ന് പറയൂ. കെയർഫുൾ എന്ന് വേഗം പറയൂ. കുറുനരി ഐസ്ക്രീം മോഷ്ടിക്കാതെ ഇരിക്കണമെങ്കിൽ നിങ്ങൾ അതിനോട് കുറുനരി മോഷ്ടിക്കരുതെന്ന് പറയണം. നിങ്ങളും ഞങ്ങളുടെ ഒപ്പം പറയൂ. കുറുനരി മോഷ്ടിക്കരുത്. കുറുനരി മോഷ്ടിക്കരുത്. കുറുനരി ഞാൻ മോഷ്ടിച്ചെന്നോ?